Good morning, students. Today we will study the chapter No, not a single letter is seen, written by Poigail Appachan. Poigail Appachan, revolutionary Dalit leader and social reformer, was born in Eraviperur near Tiruvalla. പൊയ്കയിൽ അപ്പച്ചൻ ജനിച്ചത് തിരുവല്ലയിലെ എരവിപേരൂർ എന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു ദളിത് ലീഡർ ആയിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ റിഫോർമറും സാമൂഹ്യ പരിഷ്കർത്താവ് ദളിതരുടെ ഒരു വിപ്ലവ നായകനായിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ. ഹി ചേഞ്ച് ഹിസ് നെയിം കോമരൻ ടു യോഹന്നാൻ ഓൺ ജോയിനിങ് മാർത്തോമ ചർച്ച് എന്നുവെച്ചാൽ കൺവെർട്ടഡ് ക്രിസ്ത്യനാണ്. ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ബൈബിൾ ആൻഡ് ബിക്കെയിം എ പ്രീച്ചർ. ബൈബിളൊക്കെ നന്നായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രാസംഗികനെ പോലെ നല്ല ഈ കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉള്ള രീതിയിൽ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം എക്സ്പേർട്ടായി. ഹി റിയലൈസ്ഡ് ദാറ്റ് ഈവൻ ആഫ്റ്റർ കൺവേർഷൻ ദളിറ്റ്സ് കണ്ടിന്യൂഡ് ടു ബി മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് ബൈ ദ ചർച്ച്. ഇപ്പം ഈ ദളിതരായിട്ടുള്ള ആൾക്കാരെ ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന അവരെയൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റി. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല. കാരണം ആ സമയത്തും അവരെല്ലാം മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അവർ ഫൗണ്ടിങ് പ്രത്യക്ഷ രക്ഷദൈവ സഭ PRDS പ്രത്യക്ഷ രക്ഷദൈവ സഭ, ഓഫ് വിച്ച് ആസ് ഹി അസർട്ടഡ് ഇൻ ദ കൊളോണിയൽ കോർട്ട് ഹി ഹിംസെൽഫ് വാസ് ദ ഗോഡ്. ഹി സ്ട്രോവ് ഫോർ ദ ലിബറേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദളിറ്റ്സ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹം സ്വയം തന്നെ ഒരു സഭയുണ്ടാക്കി. ആ സഭയിൽ ദളിതർക്ക് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹി വെൻറ്റ് അറൗണ്ട് പ്രീച്ചിങ് ഹിസ് ന്യൂ ഫിലോസഫി ടു പീപ്പിൾ ഇൻ വേരിയസ് പ്രത്യക്ഷ രക്ഷ മീറ്റിംഗ്സ്. പല മീറ്റിങ്ങുകളിലും ഈ അദ്ദേഹത്തിൻ്റെതായ പ്രവചനങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. ഹിസ് സോങ്സ് ആൻഡ് സ്പീച്ചസ് ഡ്രൂ പീപ്പിൾ ടു ദ മീറ്റിംഗ്സ്. അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും എല്ലാവരെയും ആകർഷിച്ചു. ഹി ഫേസ്ഡ് വയലൻറ്റ് ഒപ്പോസിഷൻ ആൻഡ് സർവൈവ്ഡ് അറ്റംപ്റ്റ്സ് ഓൺ ഹിസ് ലൈഫ്. അറ്റംപ്റ്റ്സ് വെയർ മെയ്ഡ് ടു ഡിസ്ട്രപ്റ്റ് ദ മീറ്റിംഗ്സ് ആൻഡ് സ്കെയർ അവേ ദ പീപ്പിൾ ഹു കെയിം ടു ലിസൺ ടു ഹിം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളെല്ലാം നമ്മൾ വേറെ ഭാഷയിൽ അലമ്പാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മോശമാക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചു. വന്ന ആൾക്കാരെല്ലാം ഓടിച്ചു വിടാനും നോക്കി. He told people that both Hinduism as well as Christianity would fail the cause of Dalits and burn the Bible is one of the meetings. എന്തായിരുന്നു പറഞ്ഞത്? ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനിറ്റി ആവട്ടെ എന്തായാലും ദളിതരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമൊന്നും വന്നില്ല. PRDS നമ്മൾ പറഞ്ഞു, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹെവൻ ഓർ ഹെൽ. അവർ സ്വർഗത്തിനും വിശ്വസിക്കുന്നില്ല, നരകത്തിനെയും വിശ്വസിക്കുന്നില്ല. Instead of being something that comes after death, salvation should be visible here and now, it insisted. അപ്പോൾ നമ്മൾ പൊയ്കയിൽ അപ്പച്ചനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ദളിതരുടെ വിപ്ലവ നായകനായിരുന്നു, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കോമരൻ എന്ന തൻ്റെ പേര് മാറ്റി അദ്ദേഹം മാർത്തോമ സഭയിൽ ചേർന്നു. യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചു. ബൈബിളിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനായി മാറി, ഫിലോസഫറായി. ക്രിസ്ത്യൻ ആയിട്ടും സഭ ദളിതരെ പാർശ്വവൽക്കരിക്കുകയും അവരോട് വിവേചനം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദളിതരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റി അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ടും അവിടെ അവരെ പാർശ്വവൽക്കരിക്കുന്നു, അല്ലെ അവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം പ്രത്യക്ഷ രക്ഷ ദൈവസഭ, അതാണ് നമ്മൾ പറഞ്ഞത്, ദളിത വിഭാഗത്തിലുള്ള എല്ലാവരെയും സ്വതന്ത്രരാക്കാനും അവർക്കെതിരായ വിവേചനം ഇല്ലാതാക്കാനുമാണ് ഈ സഭ ശ്രമിച്ചത്. അപ്പോൾ സഭയുടെ ഉദ്ദേശം എന്താ? പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ഉദ്ദേശം എന്താ?
ഈ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അവരെ ആരും വേർതിരിക്കരുത്, അവർക്ക് ഒരു നന്മ ഉണ്ടാവട്ടെ എന്നാണ് വിചാരിച്ചത്. തൻ്റെ തത്വചിന്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളമാകെ ചുറ്റിക്കറങ്ങി. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പ്രസംഗങ്ങളും ജനങ്ങളെ അദ്ദേഹം വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലേക്ക് ആകർഷിച്ചു. നല്ല സോങ്സും നല്ല സ്പീച്ചും ഒക്കെ ഉണ്ട്. ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് തടിച്ചുകൂടിയിരുന്നു. ശത്രുക്കളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ അപായപ്പെടുത്താനും പല ശ്രമങ്ങൾ നടന്നു. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ അലങ്കോലപ്പെടുത്താനും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെ വിരട്ടി ഓടിക്കാനുമുള്ള ശ്രമങ്ങളും ഉണ്ടായി. മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു നോക്കി, മീൻസ് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു നോക്കി. പിന്നെ വന്ന് കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഓടിക്കാനും ശ്രമിച്ചു. ദളിതർ കാരണം ഹിന്ദുയിസവും ക്രിസ്ത്യാനിറ്റിയും തോൽക്കുന്നുവെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഒരു മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം ബൈബിൾ കത്തിച്ചു. PRDS സ്വർഗത്തിലും നരകത്തിലും ഒന്നും വിശ്വസിച്ചില്ല. അപ്പച്ചൻ പറഞ്ഞത് രക്ഷ വേണ്ടത് ഭൂമിയിലാണ്, അതിപ്പോൾ തന്നെ വേണമെന്നാണ്. അപ്പം പൊയ്കയിൽ അപ്പച്ചൻ്റെ റൂളെന്ന് വെച്ചാൽ, പൊയ്കയിൽ അപ്പച്ചൻ്റെ വിചാരം എന്ന് വെച്ചാൽ ദളിതരുടെ ഉന്നമനം എന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറഞ്ഞൊരു സഭ ഉണ്ടാക്കിയത്. പല ദളിതരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റി. പക്ഷേ മാറ്റി കഴിഞ്ഞിട്ടും ദളിതർക്ക് വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല. അവർ ഹിന്ദുയിസത്തിൽ നിന്നപ്പോഴും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയപ്പോഴും അവരുടെ അവസ്ഥയ്ക്കൊരു വ്യത്യാസവും വന്നില്ല. എന്ന് തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരെ മറ്റുള്ളവർ വിരട്ടി ഓടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ തന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരിക്കൽ ഇദ്ദേഹം തന്നെ, ഈ പൊയ്കയിൽ അപ്പച്ചൻ തന്നെ ഈ ബൈബിൾ കത്തിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫ് അത് സ്വർഗത്തിലേക്കും പോകുന്നില്ല, നരകത്തിലേക്കും പോകുന്നില്ല. എവിടെയാണ്? ഈ ഭൂമിയിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് നമ്മൾക്ക് സ്വർഗവും നരകവും ഒക്കെ ഉള്ള സുഖങ്ങൾ അനുഭവിക്കേണ്ടത്. എന്താണെങ്കിലും ഇവിടെ തന്നെ അനുഭവിക്കണം. സ്വർഗത്തിൽ കിട്ടുന്ന സുഖവും നരകത്തിൽ കിട്ടുന്ന യാതന എന്താണെങ്കിലും ഇവിടെ തന്നെ അനുഭവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. When nominated to Srimulam Praja Sabha in 1921 and 1931, he argued for legislative measures in favor of Dalit people. He opened the first English medium school for Dalit community. ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, തിരഞ്ഞെടുത്തു. അന്നേരം അദ്ദേഹം എന്തായിരുന്നു ദളിതരുടെ സംരക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉന്നമനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ 1921 1931 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്താ വിചാരിച്ചത്? ദളിതരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം സഭയിൽ വാദിച്ചത്. അപ്പോൾ ദളിത് സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും തുടങ്ങി. He opened the first English medium school for Dalit community, established spinning mills and created workplaces for Dalits. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് സ്പിന്നിങ് മില്ലും അദ്ദേഹം തുടങ്ങി. He was also a member of സാധുജന പരിപാലന സംഘം ഫൗണ്ടഡ് ബൈ അയ്യങ്കാളി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധുജന പരിപാലന സംഘം, അത് അയ്യങ്കാളി ഫൗണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പറും കൂടിയായിരുന്നു നമ്മുടെ പൊയ്കയിൽ അപ്പച്ചൻ. Along with other Renaissance leaders like ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, തൈക്കാട് അയ്യ ഗുരു, അയ്യ വൈകുണ്ഠർ, അയ്യങ്കാളി, ഇങ്ങനെ ഉള്ളവരുടെയൊക്കെ കൂട്ടത്തിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. He was an ardent writer who used his literary skills to criticize the evils of the society. സമൂഹത്തിൽ നടക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു. His poems speak injustices and brutalities faced by the downtrodden and the wretched. No, not a single literary scene was recited at the famous Raksha Nirnaya Yogam held in Kulattur Kunnu in 1910. It speaks about the criminal silence of history when it is asked to speak about the history of the people of his race. ഇപ്പോൾ ജാതി അനുസരിച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അതിനകത്താണ് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നിയിരുന്നത്. The poem is translated by Dr. Ajay S. Shekhar, writer and activist who teaches English at Sri Shankaracharya University of Sanskrit, Kaladi. ഇപ്പം നമ്മൾ പറഞ്ഞു 1921 1931 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു.
അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ദളിതരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ ദളിത് സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങി. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പിന്നിങ് മില്ല് സ്ഥാപിച്ചു. പിന്നെ SJPSൻ്റെ അംഗത്വവും അദ്ദേഹത്തിന് എടുത്തിരുന്നു. അപ്പോൾ അയ്യങ്കാളിയുടെ കൂടെയും ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെയെല്ലാം അവരുടെ രീതികളെല്ലാം പഠിക്കാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കവിതയിൽ നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ ഓൺ മൈ റേസ്, സോ മെനി ഹിസ്റ്ററീസ് ആർ സീൻ ഓൺ സോ മെനി റേസസ്, scrutinize each one of them, the whole histories of the world, not a single letter is seen on my race. There was no one on this earth to write the history of my race in the olden days. What a pity. അപ്പോൾ ദളിതരെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇങ്ങനെ തുറന്നു കാട്ടുന്ന എന്താണ്? അനീതിയെയും ക്രൂരതയും അദ്ദേഹത്തിൻ്റെ കവിതകൾ തുറന്നു കാട്ടുന്നു. നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ എന്ന കവിത 1910 കുളത്തൂർ കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ രക്ഷനിർണയ യോഗത്തിൽ ചൊല്ലിയതാണ് അദ്ദേഹം. സമൂഹത്തിൻ്റെ കുറ്റകരമായ നിശബ്ദതയാണ് ഈ കവിത കാണിക്കുന്നത്. സമൂഹം ഒന്നും മിണ്ടുന്നില്ല, സമൂഹം ഒന്നും പ്രതികരിക്കുന്നില്ല. തൻ്റെ വർഗത്തെപ്പറ്റി പറയാൻ ആവശ്യപ്പെട്ടാൽ ചരിത്രം നിശബ്ദത പാലിക്കുന്നു. തൻ്റെ വർഗം, ഇദ്ദേഹം ദളിത കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ തൻ്റെ വർഗത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറയുമ്പം ചരിത്രത്തിൽ അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. ചരിത്ര പുസ്തകങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടെന്ന് വെച്ചാൽ മാറ്റി നിർത്തപ്പെട്ടവരെ, അല്ലെങ്കിൽ അവർക്ക് അയിത്തം കൽപ്പിച്ചവരെ, അവരെ പറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ജനങ്ങളെപ്പറ്റി പൊയ്കയിൽ അപ്പച്ചൻ തന്നെ കാര്യങ്ങൾ പറയുന്നത്. തിങ്ക് ഓഫ് ഇറ്റ്, റിഗ്രറ്റ് ഫീൽസ് വിതിൻ, ലെറ്റ് മീ ആഡ് സംതിങ് ഇൻ മൈ ഓൺ മെലഡി, ദ സ്റ്റോറി ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ കേരള സിൻസ് ദ ഏൻഷ്യൻ ടൈംസ്. പഴയ കാലം തൊട്ട് കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ആര്? ഹൗ ദേ ബിക്കെയിം ഡെമൺസ്. No shame have I to say the faults of my caste, though all blame me, a cursed offspring on earth. നമ്മളെയൊക്കെ ഒരു ശാപം കിട്ടിയ ആൾക്കാരെ പോലെ ഉണ്ട് ഭൂമിയിൽ. How is it possible that all blame us till the end of earth and sky? How can God who shaped everything allow this to happen on earth today? എങ്ങനെയാണ് ദൈവം ഇങ്ങനെയെല്ലാം സംഭവിക്കാനായിട്ട് ശ്രമിപ്പിച്ചത് എന്ന് വെച്ചാൽ, എൻ്റെ ജാതിയെപ്പറ്റി ഒരൊറ്റ അക്ഷരം പോലും ചരിത്ര പുസ്തകങ്ങളിലില്ല. പക്ഷേ വിവിധ മറ്റ് ജാതികളെപ്പറ്റി പല ചരിത്ര പുസ്തകങ്ങളും പറയുന്നുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രം എടുത്ത് നോക്കിയാലും എൻ്റെ ജാതിയെപ്പറ്റിയുള്ള ഒരൊറ്റ വാക്ക് പോലും ഇതിൽ കാണുകയില്ല. പണ്ട് കാലത്ത് എൻ്റെ ജാതിയുടെ ചരിത്രം എഴുതാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. എൻ്റെ ജാതി എന്ന് ഉദ്ദേശിക്കുന്ന ദളിതരാണ്, എന്നുവെച്ചാൽ പിന്നോക്കം നിൽക്കുന്നവർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് സങ്കടം തോന്നും, എൻ്റെ സ്വന്തം പാട്ടിൽ കൂടി എൻ്റെ ജാതിയെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറയട്ടെ. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്? നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ ഓൺ മൈ റേസ്, സോ മെനി ഹിസ്റ്ററീസ് ആർ സീൻ ഓൺ സോ മെനി റേസസ്. ഇല്ല, എൻ്റെ ജാതിയെപ്പറ്റി ഒരൊറ്റ അക്ഷരം പോലും ഈ ചരിത്ര പുസ്തകത്തിൽ ഇല്ല. പക്ഷേ വിവിധ മറ്റ് ജാതികളെപ്പറ്റി പല ചരിത്ര പുസ്തകങ്ങളും ഉണ്ട്. സ്ക്രൂട്ടിനൈസ് ഈച്ച് വൺ ഓഫ് ദ ഹോൾ ഹിസ്റ്ററീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങൾ എടുത്ത് നോക്കുക. ബട്ട് നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ ഓൺ മൈ റേസ്. എൻ്റെ ജാതിയെപ്പറ്റി ഒരൊറ്റ വാക്ക് പോലും അതിൽ കാണുകയില്ല. വി ക്യാൻ കണ്ടിന്യൂ.